ഹായ് വെൽക്കം ബാക്ക് ടു നാറ്റമി. അപ്പോൾ വീണ്ടും നമ്മൾ മറ്റൊരു ലൈവ് ക്ലാസ്സുമായിട്ടാണ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്കറിയാം ഇപ്പോൾ എക്സാം ഒക്കെ ഏകദേശം അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഒരു ചൂടിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. NISന്റെ എക്സാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ സിമ്പിൾ ആണ്, എങ്കിലും നമ്മൾ എന്താണ് പഠിച്ചിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണല്ലോ. അപ്പോൾ എക്സാം ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മളൊരു അവലോകനങ്ങളൊക്കെ നടത്തി കൃത്യമായിട്ട് പാഠഭാഗങ്ങളൊക്കെ നമ്മൾ വീണ്ടും റിപ്പീറ്റ്മെന്റ് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അതുമായി ബന്ധപ്പെട്ടുള്ളൊരു ലൈവ് ക്ലാസ് ഒക്കെ ആണ് നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്നത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ എല്ലാവരും എക്സാമിന് തയ്യാറാവുക, ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് കേൾക്കുക, ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നാറ്റമി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പോ NOSൽ എക്സാം എഴുതുന്ന ആളുകൾ കൃത്യമായിട്ട് പഠനത്തിലേക്ക് എന്ത് ചെയ്യുക, തിരിയുക. കാരണം എക്സാം ഏകദേശം എന്ത് ചെയ്തിട്ടുണ്ട്, അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഇനി എല്ലാവരും ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യുക, കടന്നുവരെ ക്ലാസ് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ഡൗട്ട്സും കാര്യങ്ങളിലേക്ക് കമന്റ്സിൽ വന്ന് ചോദിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏകദേശം കുറച്ച് ചാപ്റ്ററുകളൊക്കെ അവസാനമായിട്ടുള്ള മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളുമായിട്ട് വന്നിരുന്നു. ഇന്ന് നമുക്ക് ഏകദേശം ലാസ്റ്റ് എൻഡ് ആയിട്ടുള്ള ഏകദേശം ചാപ്റ്റർ 30 മുതൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് നമ്മുടെ ക്ലാസ് ഇവിടെ ആരംഭിക്കാം. അപ്പോ ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത് എന്നുള്ളത് ചാപ്റ്റർ 30 ഓക്കെ, പ്രോബ്ലംസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് തന്നെ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, പട്ടികജാതി പട്ടികവർഗക്കാരുടെ പ്രശ്നങ്ങളെ കുറിച്ചാണ് നമുക്ക് ഇന്ന് ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യാനുള്ളത്. 30ാമത്തെ ചാപ്റ്റർ ചർച്ച ചെയ്യുന്നതിനെ കുറിച്ചാണ്. നമ്മുടെ ഒരു പട്ടികജാതി പട്ടികവർഗക്കാരുടെ പ്രശ്നങ്ങളെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്? സാമൂഹിക പ്രശ്നങ്ങൾ അഭിലഷണീയമായുള്ള കണക്കാക്കുന്ന രീതിയിൽ ഗണ്യമായ എണ്ണം ആളുകളെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് എന്ന് പറയുന്നത് സാമൂഹിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഒപ്പം എന്താണ്, കൂട്ടായ സാമൂഹിക പ്രവർത്തനത്തിലൂടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുകയും ചെയ്യുന്നു. അപ്പൊ പട്ടികജാതി പട്ടികവർഗം എന്നീ പദങ്ങൾ പ്രാഥമികമായി സൂചിപ്പിക്കുന്ന ഇന്ത്യയിലെ ചരിത്രപരമായി പിന്നാക്കം നിൽക്കുന്ന രണ്ട് വിഭാഗങ്ങളെ, അല്ലെങ്കിൽ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക സ്വഭാവമുള്ള രണ്ട് വ്യത്യസ്ത സാമൂഹിക ഗ്രൂപ്പുകളെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഗൗരവപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ആ ഒരു വിഭാഗത്തിന്റെ അവരുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇന്നും വലിയ പ്രശ്നങ്ങളും മറ്റുമായിട്ടും ജാതീയതയുടെയും അതുപോലെ തന്നെ വർഗീയതയുടെ ഒക്കെ പേരിൽ ഇന്നും നമ്മുടെ ഈ ഒരു ഇന്ത്യ എന്നുള്ള ഈ ഒരു ആഭ്യന്തരപരമായിട്ടുള്ള കലാപങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഒക്കെ ഇന്നും കൊടുമ്പിരി കൊള്ളുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ എന്താണ് പട്ടികജാതിക്കാർ അല്ലെ? അപ്പോൾ നമുക്കറിയാം അങ്ങനൊരു ക്വസ്റ്റ്യൻ മനസ്സിലായി, വൃത്തിഹീനമോ അല്ലെങ്കിൽ മലിനമായതോ ആയി കണക്കാക്കപ്പെട്ടിരുന്ന തൊഴിലാളികളുമായുള്ള ബന്ധം മൂലം പരമ്പരാഗത ജാതി വ്യവസ്ഥയിൽ ഏറ്റവും താഴെയുള്ള ജാതികളെയാണ് നമ്മൾ എന്ത് വിളിച്ചിരുന്നത്, പട്ടികജാതി എന്ന് വിളിച്ചിരുന്നത് എന്നുള്ളതാണ്. തൽഫലമായി ഈ ഒരു ജാതികളിൽപ്പെട്ട ആളുകൾ പൊതു സ്ഥലങ്ങളിലും അതുപോലെ ഉപയോഗപ്രദമായ വസ്തുക്കളുടെ ഉപയോഗത്തിലുള്ള നിയന്ത്രണങ്ങൾ, വിദ്യാഭ്യാസത്തിലേക്കുള്ള അവരുടെ പ്രവേശനത്തിലുള്ള നിയന്ത്രണങ്ങൾ, അതുപോലെ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള വൈകല്യങ്ങൾക്ക് വിധേയരാകേണ്ടി വന്നു. എന്ന് വെച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള അവർക്ക് അവകാശപ്പെട്ട പല കാരണങ്ങൾക്കും അല്ലെങ്കിൽ അവർക്ക് അവകാശപ്പെട്ട പല കാര്യങ്ങളിലും അവർക്ക് കൃത്യമായിട്ടുള്ള നീതി ലഭിക്കാത്തൊരവസ്ഥ, മനുഷ്യനാണെന്നുള്ള പരിഗണന കൊടുക്കാത്തൊരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള വൈകല്യങ്ങൾക്ക് വിധേയരാവേണ്ടി വന്നു എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തെ ഏകദേശം 700-ലധികം പട്ടികജാതിക്കാർ ഉണ്ടെന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യും. പട്ടികജാതിക്കാർ സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവർ മാത്രമല്ല, സാമ്പത്തികമായി ചൂഷണം ചെയ്യപ്പെടുകയും കൂടി ചെയ്തവരാണ്. രാഷ്ട്രീയമായി പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്തു അവരെ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ ഗവൺമെന്റ് പിന്തുടരുന്ന സംരക്ഷണ വിവേചന നയത്തിന്റെ നല്ല ഫലം കാരണം ഈ ജാതി വിഭാഗങ്ങളിൽ ചില മേഖലകൾ എന്ത് ചെയ്തു, സാമ്പത്തികമായും രാഷ്ട്രീയമായും എന്ത് ചെയ്തു, ആധിപത്യം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിലും പൂർണ്ണമായിട്ടും അവർക്ക് എന്താണ് ഉയർന്നു വരാൻ ഇന്നും എന്ത് ചെയ്തിട്ടില്ല, കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ട മറ്റൊരു സത്യമാണ്. ഓക്കെ, ഇനി എന്താണ് പട്ടികവർഗക്കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ പരമ്പരാഗത ജാതി വ്യവസ്ഥയുടെ സാമൂഹിക അടിച്ചമർത്തലിന് പുറത്തുള്ള സമുദായങ്ങളാണ് പട്ടികവർഗങ്ങൾ എന്ന് പറയുന്നത്. കുന്നുകളിലും കാടുകളിലും തീരപ്രദേശങ്ങളിലും മരുഭൂമികളിലും മാത്രമല്ല ദ്വീപുകളിൽ പോലും അവർ താമസിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക രാഷ്ട്രീയ സ്ഥാപനങ്ങളും സമ്പ്രദായങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തെ ഏകദേശം 461 പട്ടികവർഗങ്ങളും അവരിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നത് 75 സമുദായങ്ങൾ അവരുടെ കുറഞ്ഞ ജനസംഖ്യയും കുറഞ്ഞ സാക്ഷരതയും മുൻകാല ഉപയോഗവും കണക്കിലെടുത്ത് പ്രാകൃത ഗോത്ര വിഭാഗങ്ങളായി തരംതിരിച്ചറിയുകയും കാർഷിക സാങ്കേതിക വിദ്യ, ഗോണ്ട് ഹിൽ, സാന്താൾ, ഒറോൺ, മുണ്ട, ഗുജൽ
മീന, മിസോ, ഗോരോ, ഖാസി, നാഗ, അതുപോലെ ആൻഡമാനീസ്, നിക്കോബാരീസ് തുടങ്ങിയവയാണ് ഇന്ത്യയിലെ ചില പ്രധാനപ്പെട്ടുള്ള ഈ വക ഗോത്രവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഗോത്രവർഗ്ഗങ്ങളും ഇന്നും നമ്മുടെ ഇന്ത്യയിൽ നിന്നുണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വിഭാഗമാണ്. ഇത് വ്യത്യസ്തമായുള്ള ഗോത്രവർഗ്ഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട് അധിവസിക്കുന്നവരുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ആദിവാസി സമൂഹത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം എന്നുള്ളതാണ്. എന്താണ് ആദിവാസി സമൂഹത്തിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്? നമുക്കറിയാം, നന്നായി വേർതിരിച്ച ഭൂമിശാസ്ത്രപരമായുള്ള ഒരു പ്രദേശമായിരിക്കും അവർക്കുണ്ടായിരിക്കുക. വനങ്ങളിലും കുൻപ്രദേശങ്ങളിലും അവർ എന്ത് ചെയ്യുന്നു അധികം അവർ താമസിക്കുന്ന പ്രദേശം എന്നുള്ളത്. മറ്റെന്താണ്, താരതമ്യേന ഒരു ഒറ്റപ്പെട്ട പ്രദേശത്തായിരിക്കും അവർ മൊത്തമായിട്ട് എന്ത് ചെയ്യുക അവരുടെ ആ ഒരു ഗ്യാങ് എന്ത് ചെയ്യുക താമസിക്കുക. സ്വന്തം സംസ്കാരം, നാടോടി കഥകൾ, പ്രപഞ്ചശാസ്ത്രം എന്നിവ അവരുടേതായിട്ടുള്ള രീതിയിലാണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു അവർക്കിടയിൽ തന്നെ വളരെ നല്ല രീതിയിൽ അല്ലെങ്കിൽ തന്നെ വളരെ അവർ മൊത്തമായിട്ട് ഒറ്റ കുടുംബമായിട്ട് എന്ത് ചെയ്യുന്നു അവർ ജീവിക്കുന്നു. പൂർവികരും പ്രകൃതി എന്ത് ചെയ്യുന്നു ആരാധിക്കുന്നവരും അവർക്കുണ്ട്. അതുപോലെ ശക്തമായ വംശീയ സ്വത്വം എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു വംശത്തെ അവർ അത്രത്തോളം സ്നേഹിക്കപ്പെടുകയും മറ്റുള്ള വംശങ്ങളുമായിട്ട് അവർ എന്ത് ചെയ്യുന്നു ആ ഒരു ഡിസ്റ്റൻസ് അവർ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അവർക്ക് അവരുടേതായ സംസ്കാരങ്ങളും അവരുടേതായിട്ടുള്ള ആചാരങ്ങളും ആരാധനകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് പട്ടികവർഗ്ഗക്കാർക്ക് അഭിമുഖീകരിക്കുന്ന ചില പ്രധാന പ്രശ്നങ്ങളാണല്ലേ ആരോഗ്യ പോഷകാഹാര പ്രശ്നങ്ങൾ. അവരെന്ന് തന്നെ മെയിനായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ്. അതുപോലെ ഭൂമി അന്യാധീനപ്പെടൽ അല്ലെ, ഒരു വർഗത്തെ പട്ടികവർഗ വിഭാഗത്തെ തന്റെ മുതലാളിത്ത കരങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്താണ് മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ആവാസ വ്യവസ്ഥയെ വരെ തകർത്തെറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഭൂമിയെ നമ്മൾ എന്തിനോ കീഴടക്കുമ്പോൾ അന്യാധീനപ്പെട്ടു പോകുന്നത് ഇങ്ങനെയുള്ള ഗോത്രവർഗ്ഗങ്ങളുടെ ഭൂമിയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കടബാധ്യത കൂടിയ ഗോത്രവർഗ്ഗങ്ങൾ അവരുടെ ജീവനോപാധിക്ക് വേണ്ടിയിട്ട് അവർ കടബാധ്യതയിലേക്ക് എന്ത് കടന്നു ചെല്ലുന്നു എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ബോൺലെസ് ലേബർ, അതുപോലെ തന്നെ ഷിഫ്റ്റിംഗ് കൃഷി, നിരക്ഷരത, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഇവർക്കൂടെ മെയിൻ ആയിട്ടുള്ള ചില പ്രധാന പ്രശ്നങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഓൺവേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളെ കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഓക്കെ, അപ്പൊ നോക്കൂ, പട്ടികജാതി വർഗ്ഗക്കാർ അല്ലെങ്കിൽ പട്ടികജാതിക്കാർ നിർവഹിക്കുന്ന ഡാഷ് തൊഴിലുകൾ എന്താണ് അശുദ്ധം തൊഴിലുകൾ എന്ന് നമ്മൾ പറയുന്നു. പട്ടികജാതിക്കാർക്ക് ഡാഷ് അനുഭവിക്കേണ്ടി വന്നു, തൊട്ടുകൂടായ്മ എന്നുള്ള സമൂഹത്തിലുള്ള വളരെ നീചമായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് നമുക്ക് അതിനെ കാണേണ്ടി വരും. അതിന് എന്ത് ചെയ്യുന്നു ഇന്ന് അനുഭവിക്കേണ്ടി വന്നു. പട്ടികജാതിക്കാർക്ക് പാകം ചെയ്ത ഭക്ഷണം സ്വീകരിച്ചില്ല. പട്ടികജാതിക്കാർ പാകം ചെയ്ത ഭക്ഷണം ഈ ഒരു ഉയർന്ന ജാതിക്കാർ എന്ത് ചെയ്തു സ്വീകരിക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ പട്ടികജാതിക്കാർ കിണറുകളിലെയും കുളങ്ങളിലെയും വെള്ളം ഉപയോഗിക്കാൻ പാടില്ല, സൗകര്യം ഉണ്ടായിരുന്നില്ല എന്നില്ല, അല്ലെങ്കിൽ ഒന്നിനു പട്ടികജാതിക്കാർ അതിന് സാധാരണ സൗകര്യം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നൽകിയിരുന്നില്ല എന്ന് നമുക്ക് എന്ത് പറ്റും പറയാൻ പറ്റും. ഇനി പറയുന്നവർക്ക് ട്രൂ ആൻഡ് ഫാൾസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മളവിടെ ചോദിച്ചിരുന്നത്. പട്ടികവർഗ കൂടുതലും സമതല പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്, ശരിയാണോ തെറ്റാണോ? തെറ്റായ കാര്യമാണ്. ഏറ്റവും കൂടുതൽ പട്ടികവർഗ ജനസംഖ്യ ഉള്ളത് മധ്യ ഇന്ത്യ മേഖലയിലാണ് എന്നുള്ളതാണ്. അത് കൃത്യമായുള്ള ട്രൂ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വേട്ടയാടലും ശേഖരിക്കലും ആദിവാസികളുടെ സാമ്പത്തിക പ്രവർത്തനമായിരുന്നു എന്നുള്ളത് സത്യമാണ്. താഴ്ന്ന പ്രദേശത്തെ ഡോൺ എന്ന് വിളിക്കുന്നു എന്നുള്ളത് സത്യമാണ്. ആദിവാസികൾക്ക് ഭൂമി അന്യാധീനപ്പെടുത്തൽ, കുടിയിറക്കൽ തുടങ്ങിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്നുള്ളതും കൃത്യമായിട്ട് ട്രൂ ആയിട്ടുള്ള കാര്യമാണ്. സോ ഗോത്രം എന്ന പദം കൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? നമുക്കറിയാം, ഗോത്രം എന്നുള്ളത് ബന്ധുത്വം, വംശം, പൊതുചരിത്രം അല്ലെങ്കിൽ പ്രാദേശിക രാഷ്ട്രീയ സംഘടന എന്നിവയുടെ പങ്കിട്ട ബന്ധങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കുടുംബങ്ങളും വംശങ്ങളും അല്ലെങ്കിൽ വംശങ്ങൾ അടങ്ങിയുന്ന ഒരു ജാതിയിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു സാമൂഹിക ഗ്രൂപ്പ് എന്ന് പറയുന്നു. ആരാണ് തൊട്ടുകൂടാത്ത ജാതികൾ? വ്യക്തമാക്കുക എന്നുള്ളതാണ് ഉത്തരം. നമുക്ക് എഴുതാം, തൊട്ടുകൂടാത്ത ജാതികൾ എന്നുള്ള സാമൂഹിക സ്കെയിലിൽ അല്ലെങ്കിൽ താഴെയുള്ളവരും സാമൂഹിക ബഹിഷ്കരണത്താൽ കഷ്ടപ്പെടുന്നവരുമാണ് ജാതി വ്യവസ്ഥകളിൽ ഒരു സാമൂഹിക ആചാരം കാരണം താഴ്ന്ന ജാതികളിലെ അംഗങ്ങൾ കേവല സ്പർശനത്തിലൂടെ മലിനീകരണം ഉണ്ടാക്കുന്ന തരത്തിൽ ആചാരപരമായ അശുദ്ധരായി കണക്കാക്കപ്പെടുന്നു എന്നുള്ളതാണ്. എന്താണ് വർണ്ണ വിഭാഗം എന്ന് പറയുന്നത് എന്ന വാക്ക് ഏകദേശം ഒരു വാക്യത്തിന്റെ വിശദീകരണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും വിശദീകരിക്കുന്നുണ്ട്. വർണ്ണം എന്ന് പറയുന്നത് സമൂഹത്തെ ക്രമീകരിച്ചിരിക്കുന്ന ഒരു വർണ്ണങ്ങളെയോ ജാതി ഗ്രൂപ്പുകളെയോ വിഭജിക്കുന്ന ജാതി വ്യവസ്ഥയുടെ രാജ്യവ്യാപകമായുള്ള പതിപ്പാണ് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെ 4 വർണ്ണങ്ങളായിട്ട് നമ്മുടെ ഈ സമൂഹത്തിൽ ആളുകൾ കാറ്റഗറൈസ് ചെയ്തു എന്നുള്ളതാണ്. മറ്റൊരു ക്വസ്റ്റ്യൻസ് നോക്കൂ, താഴ്ന്ന ജാതിക്കാരുടെ ഉന്നമനത്തിനായി മഹാത്മാഗാന്ധിയുടെ സംഭാവന എന്തായിരുന്നു? അവർ അവരെ ഈ ഹരിജൻ അതായത് ദൈവത്തിന്റെ ആളുകളായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു. തൊട്ടുകൂടായ്മ നിർത്തലാക്കണമെന്ന് വാദിച്ചു. അദ്ദേഹം ജാതിയെ ഒരു സാമൂഹിക തിന്മയായും ഇന്ത്യക്കാരെ വിഭജിക്കാനുള്ള കൊളോണിയൽ ഗൂഢാലോചനയായും പ്രഖ്യാപിച്ചു. ജാതി വേർതിരിവുകൾ ഇല്ലാതാക്കാൻ അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളതാണ്. 5 തൊട്ടുകൂടായ്മ എന്ന പദത്തിന്റെ
വാക്കിന്റെ അർത്ഥം ഏകദേശം 2-3 വരികളിലായിട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ തൊട്ടുകൂടായ്മ എന്ന് വെച്ചാൽ ജാതി വ്യവസ്ഥക്കുള്ളിലെ ഒരു സാമൂഹിക ആചാരവും അതിലൂടെ ഏറ്റവും താഴ്ന്ന ജാതിയിലെ അംഗങ്ങൾ പരസ്പരം അശുദ്ധരായി കണക്കാക്കുകയും അവർ വെറും സ്പർശനത്തിലൂടെ മലിനീകരണം ഉണ്ടാക്കുകയും ചെയ്യുന്നവരാണെന്നും അതുപോലെ തന്നെ തൊട്ടുകൂടാത്ത ജാതികൾ സാമൂഹിക സ്കെയിൽ അല്ലെങ്കിൽ ഘടന വർഗീകരണത്തിന്റെ ഏറ്റവും താഴെയാണ് മിക്ക സാമൂഹിക സ്ഥാപനങ്ങളിലും എന്ന് ഒഴിവാക്കപ്പെട്ടവർ കൂടിയാണ് ഇവർ എന്ന് പറയുന്നത്. ജാതി വ്യവസ്ഥയുടെ ഇന്നത്തെ സ്ഥാനം പറയാമോ അല്ലെ എന്ന് വെച്ചാൽ ജാതി തൊഴിലും തമ്മിലുള്ള ബന്ധം അതിവേഗം കുറഞ്ഞു വരികയാണ്. അപ്പൊ ആചാര മത നിരോധനങ്ങളൊന്നും തൊഴിലിലെ മാറ്റത്തിന് നാം കാണുന്നില്ല. എല്ലാ ജാതിയിലും ധനികരെയും ദരിദ്രരെയും കണ്ടെത്താൻ കഴിയുന്നതിനാൽ ജാതിയും സാമ്പത്തിക നിലയും തമ്മിലുള്ള പരസ്പര ബന്ധം ഇന്ന് നിലനിൽക്കുന്നു. തൊട്ടുകൂടായ്മ 3 പ്രധാന മാനങ്ങൾ എന്തെല്ലാം? പിന്നെ ഒഴിവാക്കൽ, അപമാനവും വിധേയത്വവും ചൂഷണം. ഇത് 3ഉമാണ് തൊട്ടുകൂടായ്മയുടെ 3 പ്രധാന മാനങ്ങൾ. ആരാണ് തൊട്ടുകൂടാത്തവർ? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിവരടങ്ങുന്ന ജാതി ശ്രേണിക്ക് പുറത്തുള്ളവരാണ് ഇവർ എന്ന് പറയുന്നത്. മുൻകാലങ്ങളിൽ അവരുടെ പൂർവികർ ചെയ്ത തെറ്റ് കാരണം അവരെ തൊട്ടുകൂടാത്തവരായി പ്രഖ്യാപിക്കപ്പെട്ടു. അല്ലാതെ അപമാനത്തിന്റെ പ്രഹോളിക അല്ലെങ്കിൽ ലേബൽ അവരുടെ നെറ്റിയിൽ പതിക്കപ്പെട്ടു. ഇവർ ഇപ്പോഴും ആന്ധ്രാപ്രദേശ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന ബഹിഷ്കൃതരായിട്ട് താമസിക്കുന്നവരാണ്. ഇനി നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻസ്, തൊട്ടുകൂടാത്തവർ മറ്റു താഴ്ന്ന ജാതികളിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അത് അങ്ങേയറ്റ തരത്തിലുള്ള സാമൂഹിക ബഹിഷ്കരണമാണ് തൊട്ടുകൂടാത്തവർ സഹിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് കുടിവെള്ള സ്രോതസ്സുകളിൽ പങ്കിടുന്നതിൽ നിന്ന് കൂട്ടായ മതപരമായ ആരാധനകളിലും സാമൂഹിക ചടങ്ങുകളിൽ നിന്നും ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും അവരെ വിലക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. സ്വയം അപമാനിക്കുന്നതോ അസ്പൃശ്യരേക്കാൾ താഴ്ന്നവരായ സ്വയം കാണിക്കുന്നതായ പരസ്യമായ ദൃശ്യമായ പ്രവർത്തികൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് തൊപ്പികൾ എടുക്കണം, പാദരക്ഷകൾ കയ്യിൽ കരുതണം, തല കുനിച്ചു നിൽക്കണം, വൃത്തിയുള്ളതോ തിളക്കമുള്ളതോ ആയ വസ്ത്രങ്ങൾ ധരിക്കാതെ നിൽക്കണം എന്നുള്ളതെല്ലാം അവർക്ക് നൽകിയ നിർദ്ദേശങ്ങളായിരുന്നു, അവരെ താഴ്ന്നവരാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. ഒരു കാലത്ത് തൊട്ടുകൂടാത്തവർക്കായി ഉപയോഗിച്ചിരുന്ന പ്രത്യേക പദോൽപത്തി ഇന്ന് ആർക്കു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ദുരുപയോഗത്തിന്റെ രൂപത്തിൽ കുറ്റവാളികളെയും ദുഷ്ടരെയും അഭിസംബോധന ചെയ്യുമ്പോൾ ഇത് ഇന്ന് ഉപയോഗിക്കുന്നു. മഹാത്മാഗാന്ധി തൊട്ടുകൂടാത്തവർക്ക് എന്ത് പേരാണ് നൽകിയത്? ഹരിജൻ എന്നുള്ള പേരാണ് മഹാത്മാഗാന്ധി നൽകിയത് എന്നുള്ളതാണ്. തൊട്ടുകൂടാത്ത വിഭാഗങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവരെ പരാമർശിക്കുമ്പോൾ ഏത് പദമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് ദളിത് എന്നുള്ളതാണ്. അതായത് കീഴാളറാണ്, അടിച്ചമർത്തപ്പെട്ട ഒരു വ്യക്തിയും ബോധമാണ് ഇതിലൂടെ നമുക്ക് നൽകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ വിഭാഗങ്ങളുടെ താല്പര്യങ്ങളുടെ പ്രതിനിധീകരിക്കുമ്പോൾ അംബേദ്കർ ദളിത് എന്ന പദം ഉപയോഗിച്ചിരുന്നു? ഇല്ല, അദ്ദേഹം ഈ പദം ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. ദളിത് എന്നുള്ള പദം അദ്ദേഹം ഉപയോഗിച്ചില്ല. അദ്ദേഹത്തിന്റെ തത്വചിന്തയിലും ഈ ഗ്രൂപ്പുകളുടെ ശാക്തീകരണ പ്രസ്ഥാനത്തിലും സൂചിപ്പിച്ചിരുന്നത്. 2ാം വട്ടമേശ സമ്മേളനത്തിൽ അദ്ദേഹം ന്യൂനപക്ഷത്തിന് വേണ്ടിയുള്ള നിലപാട് ഉയർത്തുകയും മഹാത്മാഗാന്ധിയുടെ നിരാഹാര സമരത്തിന് കാരണക്കാരനാവുകയും ചെയ്തത് ഇവിടെ പരാമർശിക്കാവുന്നതാണ്. ദളിത് പാന്തേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1970കളുടെ തുടക്കത്തിൽ മുംബൈയിൽ കലാപം നടത്തിയ ദളിത് ഗ്രൂപ്പുകളുടെ ഒരു തീവ്ര സംഘടനയായിരുന്നു അത്. അവകാശങ്ങൾക്കും അന്തസ്സിനുമുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി തങ്ങളുടെ വ്യക്തിത്വം ഉറപ്പിക്കുന്നതിനായി ഈ പദം ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഓക്കെ, നോക്കൂ, ഗോത്രം ജാതിയിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ജാതിയുടെയും ഗോത്രത്തിന്റെയും ഘടന തമ്മിലുള്ള വൈരുദ്ധ്യം എന്ന് പറയുന്നത്, ഒരു ഗോത്രം സൈദ്ധാന്തികമായ ഒരു പ്രാദേശിക ഗ്രൂപ്പാണ്, ഒരു പ്രദേശത്തിലെ ഒരു ഗ്രൂപ്പാണ്. ഒരു ജാതി ഒരു സാമൂഹിക സാംസ്കാരിക ഗ്രൂപ്പ് എന്നാണ് എന്നുള്ളത്. ഒരു ഗോത്രത്തിന് അതിന്റെ പ്രാദേശിക സ്വഭാവം നഷ്ടപ്പെടുമ്പോൾ അതൊരു ജാതിയുടെ രൂപമെടുക്കുന്നു. ഉദാഹരണത്തിന് ഓരോ ഗോത്രത്തിനും മറ്റൊന്നിനേക്കാൾ അതിൻ്റെതായ പ്രത്യേക ഭാഷയുണ്ട്. എന്നാൽ ഒരു ജാതിയുടെ കാര്യത്തിൽ അത് അങ്ങനെയല്ല. ഒരു ഗോത്രം ഒരിക്കലും തങ്ങളുടെ അംഗങ്ങൾക്ക് തൊഴിൽ തിരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തില്ല. എന്നാൽ ഒരു ജാതി സാധാരണയായി പാരമ്പര്യ തൊഴിലുകളും തത്വങ്ങളും എന്തെന്ന് പ്രോത്സാഹിപ്പിക്കുന്നു. ജാതിയും ഗോത്രവും ഒരേപോലെയുള്ള കൂട്ടായ തത്വങ്ങളെ ഊന്നിപ്പറയുകയും ശാശ്വതമാക്കുകയും ചെയ്യുന്നു. ഒരു ജാതിയോ ഗോത്രമോ അതിന്റെ പേരും ജീവിത രീതിയും മാറ്റാം, ഇപ്പോൾ അതിന്റെ കൂട്ടായ തത്വം നിലനിർത്തുന്നു എന്നുള്ളതാണ്. ഗോത്രങ്ങൾക്ക് സെഗ്മെന്റ് അല്ലെങ്കിൽ സമത്വ സമ്പ്രദായമുണ്ട്. കൂടാതെ തരംതിരിവുകളുടെയും ജൈവ ഐക്യദാർഢ്യത്തിന്റെയും ഒരു സമ്പ്രദായം കാണിക്കുന്ന ജാതികളെ പോലെ പരസ്പരം ആശ്രയിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി നാഗരികത തൊട്ട് തീണ്ടാത്ത ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന പ്രാദേശിക പ്രാകൃത സമൂഹങ്ങളാണ് ഗോത്രങ്ങൾ എന്ന വീക്ഷണത്തിനെതിരെ എന്ത് തെളിവുകളാണ് നമുക്ക് നൽകാം? ഒരു തെളിവുകൾ ഗോത്രങ്ങളെ പ്രാകൃത സമുദായങ്ങളായി സാധൂകരിക്കുന്നു അല്ലെ. അവർ മതത്തെ കുറിച്ച് നിയമങ്ങൾ അതുപോലെ അവർ എഴുതിയിട്ടില്ല. അവർ ഹിന്ദുക്കളോ കർഷകരോ അല്ല. അവർക്ക് സാധാരണ തരത്തിലുള്ള ഒരു സംസ്ഥാനമോ രാഷ്ട്രീയ രൂപമോ അവർക്കില്ല. അവർ മത്സ്യബന്ധനം, ഭക്ഷണം ശേഖരിക്കൽ, വേട്ടയാടൽ, ഷിഫ്റ്റിംഗ് കൃഷി തുടങ്ങിയ പ്രാഥമിക പ്രവർത്തനത്തിൽ അവർ ഏർപ്പെടുന്നു എന്നുള്ളതാണ്. അവർക്ക് ജാതി വ്യവസ്ഥയുടെ കേന്ദ്രമായ ശുദ്ധിയുടെയോ മലിനീകരണത്തിന്റെയോ ചലനമില്ല. അവർ പ്രവേശിക്കാൻ കഴിയാത്ത വനങ്ങളിൽ പോലും ദുർഘടമായ പർവ്വതങ്ങളിൽ അവർ താമസിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ഈ ഒരു ജാതീയതയുടെയും വർഗീയതയുടെയൊക്കെ വിലയിൽ വർഗങ്ങളുടെയൊക്കെ ജീവിത രീതിയും അവർ നേരിടുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത് എന്ന് എന്ത് ചെയ്യാം, നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം അല്ലെ.
അപ്പോ നെക്സ്റ്റ് ചാപ്റ്റർ എന്താണ്? 31ാമത്തെ ചാപ്റ്റർ ആണ് നമുക്കിനി പറയാനുള്ളത്. അപ്പോ നമുക്ക് ഇനി പറയാനുള്ളത് 31ാമത്തെ ചാപ്റ്റർ ആണ്. ഓക്കെ, ചാപ്റ്റർ 31 നമുക്ക് ഇനി നെക്സ്റ്റ് ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ, പ്രോബ്ലംസ് ഓഫ് അതർ ഡിപ്രൈവ്ഡ് സെക്ഷൻസ്, പിന്നോക്ക വിഭാഗങ്ങളുടെ മറ്റു പ്രശ്നങ്ങളെ കുറിച്ചാണ് നമുക്കിനി പറയാനുള്ളത്. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാകുന്ന ഡൗട്ട്സ് കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യുക, ചോദിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോകാം. നമ്മുടെ സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങളായ OBC, അതുപോലെ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ സ്ത്രീകളുടെയും അതുപോലെ തന്നെ കുട്ടികളുടെയും ഒക്കെ എന്താണ് സാമൂഹികവും സാമ്പത്തികവുമായുള്ള നിലയും ജീവിതശൈലിയും മെച്ചപ്പെടുത്തുന്നതിനായി നയങ്ങളിലും പരിപാടികളിലും ഇന്ത്യ ഗവൺമെന്റ് നിരവധി ന്യൂനതമായിട്ടുള്ള മാറ്റങ്ങൾ നടപ്പിലാക്കി. എന്നിരുന്നാലും ഈ ഒരു ഗ്രൂപ്പുകൾ ഇപ്പോൾ രൂക്ഷമായ സാമൂഹികവും സാമ്പത്തികവുമായുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നേരിടുന്നുണ്ട്. ചൂഷണം, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ അവരെന്ത് ചെയ്യുന്നു, ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളാണ്. ഈ ഗ്രൂപ്പുകൾക്ക് പോലും സർക്കാർ പദ്ധതികളെയും പരിപാടികളെയും നിയമനിർമ്മാണങ്ങളെയും കുറിച്ച് എന്തില്ല, ഈ ഒരു വിഭാഗങ്ങളിൽ പ്രത്യേകിച്ച് സ്ത്രീ വിഭാഗങ്ങൾ അതുപോലെ തന്നെ കുട്ടികൾ കൊടുക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള ഇന്നും ഗവൺമെന്റ് നൽകുന്ന പല വിവരങ്ങളും എന്തില്ല, ഇവർക്ക് എന്തില്ല, ഇവര് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ കുട്ടികളുടെ പ്രശ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാം, കുട്ടിയുടെ ക്ഷേമം കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും പ്രധാന ഉത്തരവാദിത്തമാണ് ഒരു കുട്ടിയെ. കാരണം കുട്ടികൾ എന്നുള്ളത് ഇന്ത്യ എന്നുള്ള രാജ്യത്തിന്റെ സമൂഹത്തിന്റെ തന്നെ രാജ്യത്തിന്റെ തന്നെ എന്താണ് ഒരു ഭാവി സമ്പത്ത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റുന്നതാണ് ഈ കുട്ടികൾ എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ അവരുടെ നിലനിൽപ്പ്, സംരക്ഷണം, വികസനം എന്നിവ ഉറപ്പാക്കാൻ ഇന്ത്യൻ ഭരണഘടന ചില പ്രത്യേക സംരക്ഷണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും വലിയൊരു ശതമാനം കുട്ടികൾ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളായ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസമോ അതുപോലെ തന്നെ വസ്ത്രമോ ആരോഗ്യപരമായുള്ള പോഷകാഹാരം എന്നിവയിൽ നിന്നോ നിഷേധിക്കപ്പെടുന്നു. ഇത് ബാലവേലയുടെ പ്രശ്നത്തിലേക്ക് നയിച്ച തെരുവ് കുട്ടികളും പെൺകുട്ടികളും കൂടുതൽ രൂക്ഷമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ്? നമ്മുടെ രാജ്യത്തെ വ്യാപകമായ ദാരിദ്ര്യം കണക്കിലെടുത്ത് അത്തരം കുട്ടികളിൽ വലിയൊരു വിഭാഗം ജോലി തേടി പട്ടണങ്ങളിലേക്കും നഗരങ്ങളിലേക്കും അവർ വരികയും ബൂട്ട് പോളിഷിംഗ്, അതുപോലെ റാക്ക് എടുക്കൽ, അതുപോലെ തന്നെ ഭിക്ഷാടനം തുടങ്ങിയ ജോലികളിൽ ഏർപ്പെടുകയും ഈ കുട്ടികൾക്കും താമസത്തിന്റെ പ്രശ്നം നേരിടേണ്ടി വരുന്നു. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഇവർ താമസത്തിനായി റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, പൊതു പാർക്കുകൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ അവർ തെരുവ് കുട്ടികൾ എന്നും അറിയപ്പെടുന്നു എന്നും. പോരാത്തതിന് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിൽ പല കുട്ടികളും അവരുടെ കുടുംബം പോറ്റാൻ കുറച്ച് അധിക പണം സമ്പാദിക്കാൻ ജോലിക്ക് വേണ്ടി അവർ പോവാൻ വേണ്ടി അവർ തയ്യാറാവുകയും ചെയ്യുന്നു എന്നുള്ളതും നമ്മൾ കണ്ടുവരുന്നതാണ്. അതുപോലെ തന്നെ സമൂഹത്തിൽ കാരണം മറ്റൊരു സ്ത്രീകളുടെ പ്രശ്നം, ഇങ്ങനെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. സമൂഹത്തിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം? ഇതിനു മുമ്പത്തെ നമ്മൾ ചർച്ച ചെയ്തത് തന്നെയാണ്. കുട്ടികളുടെ പ്രശ്നങ്ങൾ എന്തെല്ലാം, കുട്ടികൾ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം, ആധുനിക നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം എന്നുള്ള ചോദ്യങ്ങൾക്കും അത് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലൂടെ മറുപടി നൽകാൻ പറ്റും. ഇനി ഇങ്ങനെ സ്ത്രീകളുടെ സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാം എന്നുള്ള ചോദ്യം വരികയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും, മൊത്തം ജനസംഖ്യയുടെ പകുതിയോളം സ്ത്രീകളാണ് ഇന്ന് എന്ത് ചെയ്യുന്നത്, വരുന്നത്. നമ്മുടെ രാജ്യത്ത് 1991 സെൻസസ് പ്രകാരം സ്ത്രീ പുരുഷ അനുപാതം 929 സ്ത്രീ പുരുഷ അനുപാതം സന്തുലിതമല്ല എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, പൂർണ്ണമായിട്ട് അറിയാവുന്നതാണ്. സ്ത്രീകൾക്ക് പുരുഷനുമായി തുല്യത നിഷേധിക്കപ്പെടുകയും അവരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നത് ഖേദകരമായിട്ടുള്ള ഒരു അവസ്ഥയുമായിട്ട് ഇന്ന് കാണുന്നുണ്ട്. നമ്മുടെ പാരമ്പര്യത്തിന്റെയും അതുപോലെ സംസ്കാരത്തിന്റെയും സംരക്ഷകരാണ് സ്ത്രീകൾ എന്നുള്ളതും നമ്മുടെ സാഹിത്യത്തിലും പുരാണങ്ങളിലും സ്ത്രീകളെ ആരാധിക്കുന്നിടത്തോളം ദേവീ ദേവന്മാർ കുടികൊള്ളുന്നതായി പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പൊ എന്നാൽ സ്ത്രീകൾ പ്രായോഗികമായി സ്ത്രീകൾ പീഡനത്തിനും അക്രമത്തിനും എന്ത് ചെയ്യുന്നുണ്ട്, വിധേയരായി കാണുന്നു എന്നുള്ളത് നാം കാണുന്നു. ലിംഗവിവേചനം, ഗാർഹിക പീഡനം, സ്ത്രീധനം, ചൂഷണം, ദൈനംദിന ജീവിതത്തിലെ അവഗണന തുടങ്ങിയവയാണ് ഇന്ന് സ്ത്രീകൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ. ഇന്നും നമ്മൾ സ്ത്രീധനത്തിന്റെ പേരിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ആധുനികതയിൽ ജീവിക്കുന്ന, ഏറ്റവും ശാസ്ത്രീയപരമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്നും ഈ ഒരു പ്രശ്നങ്ങളുടെ പേരിൽ ധാരാളം സ്ത്രീകൾക്ക് എന്ത് ചെയ്യുന്നു, ജീവൻ നഷ്ടപ്പെടുന്നു. തന്റെ കളർ കറുത്തു പോയതിന്റെ പേരിൽ ജീവിതം നശിപ്പിക്കേണ്ടി വരുന്ന ധാരാളം പേരുകൾ, അല്ലെ? നമ്മൾ സമ്പത്തിന്റെ പേരിൽ ജീവിതം നഷ്ടപ്പെടുന്ന ധാരാളം സ്ത്രീകൾ ഇന്ന് ഏറ്റവും വിദ്യാസമ്പന്നരായിട്ടുള്ള മേഖലകളായിട്ടുള്ള ഈ ഒരു സംസ്ഥാനത്ത് പോലും ഈ ഒരു വാർത്തകൾ ഇന്നും, അല്ലെങ്കിൽ നമ്മുടെ ഈ കഴിഞ്ഞ പ്രസന്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയായിട്ടാണ് നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നത്. സോ നെക്സ്റ്റ് നോക്കുക, ലിംഗവിവേചനം എന്നാൽ എന്ത്? ഇപ്പോ പല കുടുംബങ്ങൾക്കും ആൺകുഞ്ഞിനോട് മുൻഗണന, ലിംഗവിവേചനം പകരം സ്ത്രീ ലിംഗം, പുരുഷലിംഗം, അല്ലെ? അവർക്ക് വെച്ചാൽ അവർക്കിടയിലുള്ള അവർക്കിടയിൽ പുരുഷന്മാരോട് അല്ലെങ്കിൽ ആൺകുട്ടികളോട് പ്രത്യേക ഒരു പരിഗണന, അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു പരിഗണന ഇല്ലായ്മ, ഇതെല്ലാം എന്ത് ചെയ്യുന്നു, ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രശ്നമായിട്ട് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് നോക്കാം, പല കുടുംബങ്ങൾക്കും ആൺകുഞ്ഞിനോട് എന്ത് ചെയ്യുന്നു,
മുൻഗണനയും പെൺമക്കളോട് അനിഷ്ടവുമാണ്. കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് ഇപ്പോഴും പഠനാവസരം നിഷേധിക്കപ്പെടുന്നു. അവർക്ക് ആവശ്യമായ ആരോഗ്യ പിന്തുണ നൽകുന്നില്ല. വിധവകൾ സാമൂഹികവും സാംസ്കാരികവുമായി നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. ഇന്ത്യൻ സ്ത്രീകളുടെ സ്വത്തവകാശം പുരുഷന്മാരെ അപേക്ഷിച്ച് അസമവും അന്യായവുമാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നും ഈ ഒരു പ്രശ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു പ്രശ്നങ്ങൾ ഇന്നും ഈ ഒരു പ്രസന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന മറ്റൊരു മെയിൻ ആയിട്ടുള്ള പ്രശ്നമാണ് ഗാർഹിക പീഡനം എന്നുള്ളത്. വിഷം, മർദ്ദനം, പീഡനം, അതുപോലെ തന്നെ വിഷം, അതുപോലെ തന്നെ കുത്തിവെക്കൽ, മുങ്ങിമരിക്കൽ, ബലാത്സംഗം എന്നീ രൂപങ്ങളിലാണ് നടക്കുന്നത്. ഗാർഹിക പീഡനം ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമല്ല നഗരപ്രദേശങ്ങളിലോളം വ്യാപകമായിട്ട് ഇന്ന് നമ്മൾ കാണാൻ പറ്റും. ഉപഭോക്തൃ നന്മയിലേക്കുള്ള പ്രലോഭനം മൂലം സമീപ വർഷങ്ങളിൽ ഗാർഹിക പീഡനങ്ങളിൽ വലിയ വർധനം എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അവര് നിലനിൽപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ത്രീധനങ്ങൾക്ക് വേണ്ടി കൃത്യമായ സ്ത്രീധനം ലഭിക്കാതിരിക്കുമ്പോൾ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ലഭിക്കുന്ന പീഡനപരമായിട്ടുള്ള വാക്കുകളും കുത്തുവാക്കുകളും അതുപോലെ പ്രഹസനങ്ങളും കേൾക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. സോ അതുപോലെ തന്നെ മറ്റൊരു മെയിൻ പ്രശ്നമാണ് സ്ത്രീധനം എന്നുള്ളത്. ശ്രദ്ധിക്കുക, സ്ത്രീധനം എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിയെയും വിവാഹ സമയത്ത് അവരുടെ മാതാപിതാക്കൾ വരന് അവന്റെ കുടുംബത്തിന് പണമായ വസ്തുക്കളായി നൽകുന്ന സമ്മാനങ്ങളെയാണ്, ഈ ഒരു സമ്മാനത്തെയാണ് എന്ന് പറയുന്നത് സ്ത്രീധനം എന്ന് പറയുന്നത്. സോ സ്ത്രീധനം പലപ്പോഴും വിവാഹത്തിന് ഒരു മുൻ വ്യവസ്ഥയായി നിന്ന് പുരുഷനോ അവന്റെ കുടുംബമോ ആവശ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നിരവധി നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന്റെ ആധുനിക വിദ്യാഭ്യാസത്തിന് വലിയ പങ്കും ഉണ്ട് എന്നുള്ളതും, അതുപോലെ നിയമങ്ങളെ കുറിച്ചുള്ള അവബോധമില്ലായ്മയും നിയമങ്ങൾ ശരിയായി നടപ്പാക്കാത്തതും സ്ത്രീധനത്തിന് എന്ത് ചെയ്യുന്നു, കാരണമാകുന്നു എന്നുള്ളതാണ്. മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, OBC വിഭാഗങ്ങൾ എന്ന് വെച്ചാൽ താഴ്ന്ന നിലവിലുള്ള എന്ന് വെച്ചാൽ ഈ ഒരു ഉയർന്ന നിലവിലേക്കാൾ കുറച്ച് മെയിനായിട്ട് താഴ്ന്ന നിലവിലേക്ക് വരുമ്പോഴുള്ള പരമ്പരാഗതമായിട്ട് ജീവിക്കുന്ന കൃഷി, മൃഗസംരക്ഷണം, കരകൗശല സേവനം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗം, അതെന്താണ് തൊട്ടുകൂടാത്തവർ നമുക്ക് എന്ത് ചെയ്യാൻ പറയാം, ഒരു താഴ്ന്ന വിഭാഗം അല്ലെങ്കിൽ ഇടനിലക്കാർ എന്നിവ എന്ത് ചെയ്യുന്നു, ഈ ഒരു OBC വിഭാഗങ്ങളിൽ എന്ത് ചെയ്യുന്നു, ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. OBC-കൾ തൊട്ടുകൂടാത്ത വിഭാഗങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന വിഭാഗങ്ങൾക്ക് മുകളിലും 2 തവണ ജനിച്ച ജാതികൾക്ക് താഴെയുമാണ്. എന്ന് വെച്ചാൽ ആ ഒരു പറ്റ താഴെയുള്ളവർക്കും അതുപോലെ തന്നെ ഏറ്റവും ടോപ്പുള്ളവർക്കും ഇടയിലുള്ള ഒരു വിഭാഗമാണ് അതിൽ പെട്ടവരൊക്കെ എന്ത് ചെയ്യുന്നു, OBC വിഭാഗങ്ങൾ എന്ന് അറിയപ്പെടുന്നു. OBC-കൾ ഒരു ഏകീകൃതമല്ല അല്ലെ, മൊത്തത്തിലുള്ള വിഭാഗത്തിന്റെ നിരവധി ഡിവിഷനുകളുണ്ട്. രാജ്യത്തിന്റെ മൊത്തം ജനസംഖ്യയുടെ ഏകദേശം 51% OBC-കളാണ്. മണ്ഡൽ കമ്മീഷൻ ശുപാർശ പ്രകാരം കേന്ദ്ര സർക്കാർ ജോലിയിൽ OBC-കൾക്ക് 77% സംവരണം ഏർപ്പെടുത്തുകയും അതിനുശേഷം നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് UP, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ OBC-കൾ ശക്തമായ രാഷ്ട്രീയ ശക്തിയായി ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി പറയുന്നത് തന്നെ ട്രൂ ആൻഡ് ഫാൾസ് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ വൺ വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നോക്കുക, പിതൃഭവനത്തിൽ പെൺമക്കൾക്ക് അനന്തരാവകാശവും പിന്തുടർച്ചാവകാശവും ആസ്വദിക്കുന്നു എന്നുള്ളത് തെറ്റായ ഒരു കാര്യമാണ് അല്ലെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് എന്ത്, സ്ത്രീകൾക്കെതിരായ ഗാർഹിക പീഡനം ജാതികൾക്ക് മുകളിലാണ് എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ്. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും സ്ത്രീധന വിരുദ്ധ നിയമം 1976 പ്രാബല്യത്തിൽ ശിക്ഷാർഹമായ കുറ്റമാണ്. ഓക്കെ, സത്യമായ കാര്യമാണ്. പേയ്മെന്റ് രീതിയിൽ സ്ത്രീ തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളത് സത്യമാണ്. ഭൂരിഭാഗം സ്ത്രീകൾക്കും തങ്ങളുടെ ചൂഷണവും അവകാശവാദങ്ങൾ ഹനിക്കുന്നതും തടയുന്നതുമായി ബന്ധപ്പെട്ട നിയമത്തെക്കുറിച്ച് ബോധവാന്മാരാണ് എന്നുള്ളത് ബോധവാന്മാരല്ല തന്നെ, ബോധവാന്മാരാണെന്ന് കൊടുത്തത് തെറ്റായ കാര്യമാണ്. ഓക്കെ, ഇനി OBC-കൾ ഡാഷ് ജാതി വ്യവസ്ഥയിൽ സ്ഥാനമുള്ളവരാണ്. എന്റെ മധ്യ ഭാഗത്ത് അല്ലെ, OBC എന്ന് പറഞ്ഞാൽ മധ്യഭാഗത്ത് ചെയ്യുന്നവരാണ്. അവർ ജാതി വ്യവസ്ഥയിൽ സ്ഥാനം, ജാതി വ്യവസ്ഥയിൽ അവരുടെ സ്ഥാനം എന്നുള്ള മധ്യഭാഗമാണ്. പിന്നെ അനുബന്ധം 1-ന്റെ OBC-കൾ സാമ്പത്തികമായി വിദ്യാഭ്യാസപരമായി വികസിപ്പിച്ചെടുത്തവയാണ് അല്ലെ, കുറവായിട്ട് വികസിപ്പിച്ചെടുത്തത്. പിന്നെ മണ്ഡൽ കമ്മീഷൻ സ്ഥാപിതമായത് 1979-ലാണ്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയത് 1993-ലാണ്. അതുപോലെ അനുബന്ധ 1-ലെ തന്നെ OBC-കളുടെ ഭൂരിഭാഗം ഡാഷ് ആണ്. ആരാണ്? നാമമാത്ര കർഷകരും ചെറുകിട കർഷകരുമാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് ഒരു വിശദീകരിച്ച് പറയുന്ന ക്വസ്റ്റ്യൻസുകളാണ്. ഇപ്പോൾ OBC-കളുടെ സ്ഥാനം എന്താണ്, OBC-കളുടെ അവരുടെ സ്ഥാനം എന്താണ്? ഇപ്പോൾ നമുക്കറിയാം ജാതി വ്യവസ്ഥയിൽ OBC-കൾ ഒരു മധ്യസ്ഥാനത്തെത്തി. എന്ന് വെച്ചാൽ അവർ മധ്യത്തിലുള്ള ഒരു വിഭാഗത്തിലുള്ള OBC-കൾ എന്ന് പറയുന്നത് അവർ കൂടുതലും പാട്ടകൃഷിക്കാരും ഉയർന്ന ജാതികളെ ആശ്രയിക്കുന്നവരുമായിരുന്നു. എന്നാൽ ഇന്ന് അവർ രാഷ്ട്രീയമായി ശക്തരാകുകയും OBC-കൾ വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും വികസിച്ചിട്ടില്ലെങ്കിലും അതിന് സമരത്തിന്റെ പ്രചോദനം എന്താണ് OBC നമുക്ക് പറയാൻ പറ്റും. പിന്നെ പുരുഷന്മാരുമായി താരതമ്യപ്പെടുത്തി സ്ത്രീകളുടെ സ്ഥാനം ചുരുക്കി എഴുതുക എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിലെ ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന സ്ത്രീകളാണ്. എന്നാൽ അവരുടെ സംഖ്യാബലം ഉണ്ടായിരുന്നിട്ടും അവർ പുരുഷന്മാരെ ആശ്രയിക്കുന്നു. ഈ ആശ്രിതം അവരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യം ഹനിക്കുന്നതിലേക്ക് നയിക്കുന്നു എന്നുള്ളതും
നമുക്ക് അന്തരം പീഡന, സ്ത്രീധന മരണം, ചൂഷണം എന്നിവയ്ക്ക് നിന്നും ഇതൊരു വിധേയമാകുന്നു. ഇവർ വിധേയമാകുന്നു. നമ്മുടെ സമൂഹത്തിൽ കുട്ടികളുടെ പ്രാധാന്യവും സ്ഥാനവും എന്താണ്? ഇപ്പൊ കുട്ടികൾ സമൂഹത്തിന്റെ നട്ടെല്ലാണ്, നമുക്ക് ഒരു ബാക്ക് ബോൺ ആണ് എന്ന് നമുക്ക് എന്ത് പറ്റും പറയാൻ പറ്റും. കുട്ടിക്കാലം ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ കാലഘട്ടം കണക്കാക്കപ്പെടുകയും, പക്ഷേ ദാരിദ്ര്യം നല്ലൊരു വിഭാഗം കുട്ടികളെയും എന്ത് ചെയ്യുന്നു, തെരുവ് കുട്ടികളായും ബാലവേലക്കാരായും എന്ത് ചെയ്യുന്നു, ജീവിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്യുന്നു എന്നുള്ളതും വളരെ വിഷമകരമായ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ അവർ സ്കൂളുകളിൽ നിന്ന് പോകാതെ അതിജീവനത്തിനായി കഠിനമായി ജോലിയിലേക്ക് പ്രവേശിക്കുന്നു. അതുകൊണ്ട് വിദ്യാഭ്യാസം അവർക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ബാലവേലക്കാരെ അവരുടെ യജമാനന്മാർ ഇഷ്ടപ്പെടുന്നത്? കാരണം എന്താ വെച്ചാൽ ബാലവേലക്കാർ യജമാനന്മാർക്ക് ലാഭകരമാണ്. കാരണം കുറഞ്ഞ വേതനത്തിന് കൂടുതൽ ജോലി ചെയ്യിപ്പിക്കാൻ ഈ കുട്ടികളെ കൊണ്ട് സാധിക്കും. അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, മുതലാളിമാർ എന്ത് ചെയ്യുന്നത്, ഈ ബാലവേലക്ക് ചെയ്യുന്നത്, കുട്ടികളെ തെരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇന്ത്യയിൽ ബാലവേല നിലനിൽക്കുന്നതിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ബാലവേലക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? നമുക്കറിയാം, ബാലവേല കാരണം ദാരിദ്ര്യ, നിരക്ഷരത, കുടുംബത്തിൽ സമ്പാദിക്കുന്ന അംഗത്തിന്റെ അഭാവം, ഭൂവുടമകളുടെ ചൂഷണവും അടിച്ചമർത്തലും, മാതാപിതാക്കളുടെ മനുഷ്യരഹിതമായ പെരുമാറ്റം, കൂടുതൽ പണം സമ്പാദിക്കാനും ഉപഭോക്തൃ വസ്തുക്കൾ വാങ്ങാനുമുള്ള പ്രലോഭനം, മാതാപിതാക്കൾക്ക് കുറഞ്ഞ ശമ്പളം, സ്ഥിരമായി ജോലിയില്ല മാതാപിതാക്കൾക്ക്, ഭൂയിതർ തുടങ്ങിയവയാണ് ബാലവേല നിലനിൽക്കുന്നതിന്റെ പിന്നിലെ പ്രധാന കാരണം എന്ന് പറയുന്നത്. 2, ബാലവേലയുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വൃത്തിഹീനമായ അവസ്ഥയിൽ തൊഴിൽ നൽകേണ്ടി വരുന്നതിനാൽ ബാലവേലക്കാർക്ക് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. അവർ ആസ്തമ രോഗബാധിതരാണെന്ന് കണ്ടെത്തി. TB, റെസ്പിറേറ്ററി ട്രാക്ക് അണുബാധ, പൊള്ളൽ, സന്ധിവാതം, നേത്രരോഗം, ചെവി രോഗം, ത്വക്ക് രോഗം, സിലിക്കോൺസിസ്, അല്ലെ, അതുപോലെ തന്നെ ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ, ലൈംഗിക രോഗങ്ങൾ, അപകടവും മരണം എന്ന വ്യവസ്ഥയും പറയുന്നത് അഭിമുഖീകരിക്കേണ്ടി വരുന്നു. ഉടമകളും കരാറുകാരും ഏജന്റുമാരും ചേർന്ന് ബാലവേലക്കാരെ ശാരീരികമായി പീഡിപ്പിക്കുന്നു. തൊഴിൽ നഷ്ടപ്പെടുന്ന ഭയത്താൽ അവർ എതിർക്കുന്നില്ല. അടിക്കടിയുള്ള ലൈംഗിക അതിക്രമം ഇവരെന്തെന്നു അസാധാരണമാക്കുന്നു. ഇതെല്ലാം എന്ത് ചെയ്യുന്നു, ഇവർക്ക് നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും എന്നുള്ളതാണ്. നോക്കൂ, കുടുംബങ്ങളിൽ വ്യത്യസ്ത വേഷങ്ങളിലുള്ള സ്ത്രീകൾ ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ അവരുടെ പങ്ക്. മിക്ക കുടുംബങ്ങളിലും അമ്മ, സഹോദരി, മുത്തശ്ശി എന്നിങ്ങനെയുള്ള ബന്ധുക്കളാണ് നാം കാണുന്നത്. വിവാഹശേഷം നിങ്ങൾക്ക് ഭാര്യയും മക്കളും പോലുള്ള ബന്ധുക്കൾ എന്ത് ചെയ്യുന്നു, അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ ബന്ധുക്കൾ ലൈംഗിക നിലയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, സ്ത്രീകളാണ്. എല്ലാ സമൂഹത്തിലും സ്ത്രീകളാണ് ജനസംഖ്യയിൽ. ഏതാണ്ട് നമ്മുടെ സമൂഹത്തിന്റെ കാര്യത്തിൽ ശരി തന്നെയാണ്. നമ്മുടെ രാജ്യത്തെ 1991 സെൻസസ് പ്രകാരം സ്ത്രീ പുരുഷ അനുപാതം 929 ആവുകയും സ്ത്രീ പുരുഷ അനുപാതം സന്തുലിതമല്ലാത്ത അവസ്ഥ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ നമ്മുടെ കുടുംബ പാരമ്പര്യങ്ങളുടെയും സംസ്കാരത്തിന്റെയും സംരക്ഷകരാണ് സ്ത്രീകൾ എന്നുള്ളതും, അമ്മമാരാണ് കുടുംബത്തിലെ ആദ്യ ഗുരുക്കൾ എന്നുള്ളതും, ഗുരു എന്നുള്ളതും നമ്മുടെ സാഹിത്യത്തിൽ അവരെ സാമ്പത്തിക ദേവതയായിട്ട്, ലക്ഷ്മിയുടെ അവതാരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കാണുകയും ചെയ്യുന്നു. അതുപോലെ അനന്തരാവകാശം കൈവശം വെക്കാനുള്ള അവകാശവും നിഷേധിക്കപ്പെടുന്നു. പക്ഷേ എങ്കിലും അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്വത്തവകാശപരമായുള്ള കാര്യങ്ങൾ അവർക്ക് കുറഞ്ഞു നൽകുന്നു. സ്ത്രീകൾ ആരാധിക്കുന്നിടത്തെല്ലാം ദേവീദേവന്മാർ കുടികൊള്ളുന്നതായി നാം കേൾക്കുന്നുണ്ടെങ്കിലും സ്ത്രീകൾക്ക് ഈ പീഡനത്തിനും അക്രമത്തിനും വിധേയരാകുന്നതിന് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ ലിംഗവിവേചനം എന്ന വിഷയത്തിൽ ഒരു ഖണ്ഡിക തയ്യാറാക്കുക. ലിംഗവിവേചനം ലൈംഗിക സ്വാഭാവികമായുള്ള കാര്യമാണ്. കുടുംബം, ബന്ധം, അനന്തരാവകാശ സമൂഹം എന്നിവയുടെ തുടർച്ചയ്ക്ക് 2 ലിംഗങ്ങളുടെയും പ്രാധാന്യം തുല്യമാണ്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ലൈംഗികത വിവേചനത്തിന് അടിസ്ഥാനമായിരിക്കുന്നു എന്നത് ഖേദകരമായ ചില കാര്യമാണ്. ചില ഗോത്ര വിഭാഗങ്ങൾ ഒഴികെ നമ്മുടെ രാജ്യത്തെ ഭൂരിഭാഗം സമുദായങ്ങളും പിതൃ സ്വഭാവമുള്ളവരാണ്. പിതൃ സ്വഭാവമുള്ള സമൂഹത്തിൽ വംശം, അനന്തരാവകാശം, പിതൃവകാശം എന്നിവ പിതൃ കക്ഷികളാണ്. ഇത്തരത്തിലുള്ള കുടുംബത്തിലെ മകൻ കുടുംബ പേര് തലമുറകളിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് തുടരുന്നു. പെൺകുട്ടിയെ മറ്റുള്ളവരുടെ സ്വത്തായി കണക്കാക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ ഖേദകരമാണ്. 2 ലിംഗങ്ങളുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത മൂല്യങ്ങൾ കാരണം നമ്മുടെ സമൂഹത്തിൽ നിന്ന് ലിംഗവിവേചനം ഉണ്ടാവുകയും സ്ത്രീകളുടെ വിവേചനപരമായ പെരുമാറ്റത്തിൽ സ്ത്രീകൾ ഇടപെടുന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ രംഗം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഈ ഒരു 2 ലിംഗവിവേചനം നമുക്ക് കൃത്യമായി നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് പറ്റും, മനസ്സിലാക്കാൻ പറ്റും. മറ്റ് തെരുവ് കുട്ടികളുടെ പ്രശ്നങ്ങളിൽ വിവരണത്തിന് തെരുവ് കുട്ടികളുമായി ബന്ധപ്പെട്ട് ഇനി വരുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാം. ഈ കുട്ടികൾ ഓടിപ്പോയവരോ കുടുങ്ങിപ്പോയ കുട്ടികളോ ആണ്. അവർ അനാഥരോ അല്ലെങ്കിൽ കുടുംബങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞവരോ ആയിരിക്കും. ഇവർ ദാരിദ്ര്യം, നിരക്ഷരത, പോഷകാഹാരക്കുറവ് എന്നിവയുടെ ഇരകളാണ്. ഈ കുട്ടികളുടെ ശാരീരികവും ലൈംഗികവുമായുള്ള അടിച്ചമർത്തലുകൾക്ക് ഇരയാകുന്നു. അവരുടെ ജോലി ക്രമരഹിതമായിട്ടായിരിക്കും. അവർ സാധാരണയായി വിദഗ്ധ ജോലി ചെയ്യുന്നു. വിദഗ്ധരല്ലാത്ത ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ കുട്ടികൾ സർക്കാർ ഭൂമിയിൽ കയ്യേറ്റം നടത്തുകയും കലാകാലങ്ങളിൽ ഒപ്പിയെടുക്കുകയും കലാലയങ്ങളിൽ അവരെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. മോശം കൂട്ടുകെട്ടിൽ ഈ കുട്ടികളിൽ നിന്ന് അവരുടെ ആരോഗ്യവും ജീവിതവും നശിപ്പിക്കുന്ന മദ്യവും മയക്കുമരുന്നും കഴിക്കാൻ തുടങ്ങുന്നു. ഇതെല്ലാം കുറ്റകൃത്യങ്ങളിലേക്ക് നീങ്ങാനും
കാരണമാകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സമൂഹത്തിലെ മറ്റു താഴ്ന്ന വിഭാഗങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളെ കുറിച്ചും വിദ്യാർത്ഥികളെ കുറിച്ചും കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്തു ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്തു ചർച്ച ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ചാപ്റ്റർ 32 പാർട്ട് എ എന്നുള്ളതാണ്. ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ സൊസൈറ്റി എന്നുള്ള നമുക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്കുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിലും നമ്മൾ മെയിൻ ആയിട്ട് ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ചർച്ച ചെയ്യുന്നത് ചാപ്റ്റർ 32 ആണ്. ഓക്കെ, അത് പാർട്ട് എ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ സൊസൈറ്റി, സോഷ്യൽ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്, സമൂഹത്തിലെ സ്ത്രീകളുടെ നിലവിൽ സാമൂഹിക ചരിത്ര വീക്ഷണം എന്നുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ചരിത്രത്തിൽ അവരുടെ രീതികൾ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആധികാരികമായ വിശ്വസനീയമായുള്ള വിവര സ്രോതസ്സുകൾ ഉപയോഗിച്ച് ചരിത്രത്തിന്റെ വിവിധ കാലഘട്ടങ്ങളിലെ സ്ത്രീകളുടെ അവസ്ഥ വിശകലനം ചെയ്യാൻ ഈ പാഠത്തിൽ ശ്രമിക്കുന്നു. ഞങ്ങൾ ഇവയെ 3 പ്രധാന കാലഘട്ടമായി തിരിച്ചിട്ടുള്ളത്: പുരാതനമായിട്ടും, മിഡീവൽ കാലഘട്ടം, ആധുനിക കാലഘട്ടം. പുരാതന കാലഘട്ടത്തിലെ സ്ത്രീകളുടെ അവസ്ഥ താഴെ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് 4 വിശാലമായ ഉപകാലഘട്ടങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്നു. എന്നിരുന്നാലും ഇവ ഒരു കാലക്രമം പിന്തുടരുന്നില്ല. ചരിത്രബോധത്തിന്റെ അഭാവത്തിൽ പുരാതന ഇന്ത്യക്കാർ മാറ്റപ്പെടുന്നു. ഇന്ന് എഴുതുന്നത് പോലെയല്ല അവർ ചരിത്രം എന്തെന്നത് മാറ്റി എഴുതാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. നമുക്കറിയാം, സ്ത്രീകളുടെ ഒരു വേദകാലഘട്ടത്തിലെ സ്ത്രീകളുടെ അവസ്ഥ, അതുപോലെ ഇതിഹാസങ്ങളുടെ കാലഘട്ടത്തില്, ജൈനമതത്തിന്റെയും ബുദ്ധമതത്തിന്റെയും കാലഘട്ടത്തിലും, അതുപോലെ ധർമ്മശാസ്ത്ര കാലഘട്ടങ്ങളിലും ഒക്കെ സ്ത്രീ എന്ന വ്യക്തിത്വത്തിന്റെ അല്ലെങ്കിൽ സ്ത്രീ എന്ന ആ ഒരു പവിത്രതയുടെ 4 കാലഘട്ടങ്ങളിലൂടെ നമ്മൾ അറിയിക്കുന്നത്. വേദകാലഘട്ടങ്ങളിൽ പ്രാചീന ഇന്ത്യയെ കുറിച്ച് ലഭ്യമായ വിവരങ്ങളുടെ ആദ്യ ഉറവിടം ഹൃദയകമാണല്ലോ. ആ ഒരു 1500-1000 BC ആദ്യകാല വേദിക് അല്ലെങ്കിൽ എന്തിന് ഈ ഒരു വേദിക് കാലഘട്ടമായിട്ട് ഇതിനെ അറിയപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകളുടെ പദവി ആദ്യ വേദ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സ്ത്രീകളുടെ പദവിക്ക് എല്ലാ സമൂഹങ്ങളിലും അർഹിക്കുന്ന പ്രാധാന്യം ലഭിച്ചിരുന്നില്ല. മറ്റെല്ലായിടത്തും എന്നതുപോലെ ഇന്ത്യയിലും പുരുഷാധിപത്യമായിരുന്നു സമൂഹം സ്ത്രീകളെ വെറും വസ്തുക്കളായാണ് ആദ്യം കണ്ടിരുന്നത്. സ്വന്തം കുടുംബത്തിനുള്ളിൽ തന്നെ പൊതുവെ ഭർത്താവും മാതാപിതാക്കളും അവരെ അടിമകളെ പോലെ കണക്കാക്കുകയും മതഗ്രന്ഥങ്ങളിൽ എല്ലാം തന്നെ സ്ത്രീകൾക്ക് ഉന്നത പദവിയുള്ളതായി കാണാനാവുകയും ചെയ്യും. എന്നാൽ വാസ്തവത്തിൽ ചരിത്രത്തിൽ ഓരോ ഘട്ടത്തിലും അവർക്ക് അത് നേടാൻ അല്ലെങ്കിൽ ആ ഒരു വേദകാലഘട്ടത്തിൽ പറഞ്ഞാൽ ഈ വേദപുസ്തകങ്ങളിൽ പറയപ്പെട്ട ആ ഒരു സ്ഥാനം അവർക്ക് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അവർ എപ്പോഴും അടിമകളെ പോലെ ജീവിക്കേണ്ടി വന്നവരായിരുന്നു എന്നുള്ളതാണ്. സ്ത്രീകൾ എവിടെ ആരാധിക്കപ്പെടുന്നുവോ അവിടെ ദൈവം വസിക്കുന്നുവെന്ന് പുരാണങ്ങളിൽ പറയുന്നു. മതവിശ്വാസങ്ങൾക്ക് വിരുദ്ധമായാണ് ദൈനംദിന ജീവിതത്തിൽ സ്ത്രീകളുടെ സമീപനം നമ്മൾ കാണുന്നത്. ഹൃദയ കാലഘട്ടം ഇന്ത്യ ചരിത്രത്തിലെ ശ്രേഷ്ഠമായ അധ്യായങ്ങളിൽ ഒന്നാണ്. പ്രാചീന കാലഘട്ടം, പ്രത്യേകിച്ച് വേദകാലഘട്ടത്തിന്റെ ആരംഭം, ഈ കാലഘട്ടത്തിൽ പുരുഷന് തുല്യമായ ഒരു സ്ഥാനം സ്ത്രീകൾക്കും സമൂഹത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് ഈ സാഹിത്യപരവും ചരിത്രപരവുമായുള്ള ഗവേഷണങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ സാഹിത്യപരവും ചരിത്രപരമായ ഗവേഷണങ്ങൾ തെളിയിക്കുന്നത് പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്നത് ശുഭകരമായി കണക്കാക്കപ്പെട്ടിരുന്നു. പെൺകുട്ടികളുടെ പിതാക്കന്മാരുടെ ഹൃദയം പ്രശംസിക്കുന്നുണ്ട്. അക്കാലത്ത് വേദപഠനത്തിന് മുമ്പായി ആൺകുട്ടികളെ പോലെ പെൺകുട്ടികളും ഉപനയ കർമ്മം അനുഷ്ഠിക്കേണ്ടത് ആവശ്യമായിരുന്നു. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. ഗർഗി, മൈത്രോയി തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേദ പണ്ഡിതകളായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് പ്രധാനപ്പെട്ട വൈവാഹിക ജീവിതം നിർബന്ധമായിരുന്നില്ല. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുകയും ആവശ്യമുണ്ടെങ്കിൽ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല ഉണ്ടെങ്കിൽ മാത്രം വിവാഹം കഴിക്കുകയും വിവാഹത്തിന് പരിധി ഇല്ലായിരുന്നു എന്നും, അതുപോലെ തന്നെ എങ്കിലും സാധാരണയായി വിവാഹപ്രായം 14-നും 17-നും മധ്യേ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിദ്യാസമ്പന്നരായിരുന്നു അന്നുള്ള സ്ത്രീകൾക്ക് അവസരം ഉണ്ടായിരുന്നു. ആദ്യകാല വേദഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഉള്ളതായ സ്ഥാനങ്ങൾ ലഭിച്ചിരുന്നു. പിൽക്കാല വേദകാലഘട്ടത്തിൽ സ്ത്രീകളുടെ സാമൂഹിക പദവിയിൽ താഴ്ച സംഭവിച്ചു. അവർ ഉയർച്ചയിൽ നിന്നും താഴ്ചയിലേക്ക് കൊണ്ടുവരപ്പെട്ടു. സാമൂഹിക മതവുമായുള്ള രംഗങ്ങളിൽ നിന്നും സ്ത്രീകളെ ഒഴിച്ചു തീർത്താൻ തുടങ്ങി. ശുദ്ധി, അതുപോലെ തന്നെ വിശുദ്ധി തുടങ്ങിയവ സ്ഥാനം പിടിച്ചു. കുടുംബങ്ങളിൽ ആൺകുട്ടികൾക്ക് ഉയർന്ന പദവിയും സ്വത്തവകാശവും കൈവരാൻ തുടങ്ങി. ഭർത്താവിന് ഭാര്യയുടെ മേൽ പൂർണ്ണ നിയന്ത്രണം കൈവന്നു. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കപ്പെട്ടു. വിവാഹപ്രായം ഗണ്യമായി കുറക്കപ്പെട്ടു. അങ്ങനെ പുരുഷൻ പുനർവിവാഹം ആക്കാമെന്നായി സ്ത്രീകളുടെ പുനർവിവാഹ കാര്യം നിർത്തലാക്കപ്പെട്ടു. അങ്ങനെ എല്ലാ തരത്തിലും സ്ത്രീകൾക്ക് സാമൂഹ്യ പദവി ഈ കാലഘട്ടത്തിൽ തകർച്ചയായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇതിഹാസങ്ങൾ സ്ത്രീ കഥാപാത്രങ്ങൾ മാതൃകാ സങ്കല്പങ്ങളായി മാത്രം ഇവരുടെ നമ്മുടെ വേദ കാലഘട്ടങ്ങളിലെ ആ ഒരു
ആ ഒരു കാവ്യങ്ങളിൽ അല്ലെങ്കിൽ ആ വേദ പുസ്തകങ്ങളിൽ അവരുടെ ഇതിഹാസങ്ങൾ മാത്രമായിട്ടും സ്ത്രീകളുടെ ജീവിതം വളരെ മോശകരമായ രീതിയിലേക്ക് എന്ത് ചെയ്തു താഴ്ത്തപ്പെട്ടു എന്നുള്ളതാണ്. ബുദ്ധമതത്തിന്റെയും ജൈനമതത്തിന്റെയും കാലഘട്ടത്തിലെ സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ലഭ്യമാകുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ ഉയർന്ന സാമൂഹിക പദവി അലങ്കരിക്കാൻ പ്രസ്തുത മതങ്ങൾ അനുവദിച്ചിരുന്നു എന്നും മതപരമായ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിനും ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനും സംഘത്തിൽ അംഗങ്ങളായി പ്രവർത്തിക്കുന്നതിനും ഇവർക്ക് എന്തെങ്കിലും അവകാശം ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. ധർമ്മശാസ്ത്രങ്ങളുടെ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ പദവി എന്ന് പറയുന്നത്, ധർമ്മശാസ്ത്ര കാലഘട്ടത്തിൽ സ്ത്രീകളുടെ സാമൂഹികവും മതപരവുമായ സാമ്പത്തികവുമായുള്ള പദവി കുറഞ്ഞു. എല്ലാ കാര്യത്തിലും സ്ത്രീ പുരുഷനെ ആശ്രയിക്കേണ്ട അവസ്ഥ എന്ത് ചെയ്തു കൈവരികയും സ്ത്രീകൾ അവഗണിക്കപ്പെടാൻ തുടങ്ങുകയും സാമൂഹിക പെരുമാറ്റ മാതൃകകളും നിയമങ്ങളും നിലവിൽ വന്നു. മനുസ്മൃതിയിലും സമൂഹത്തിൽ സ്ഥാനം പിടിച്ചു. സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ മഹതി സ്ത്രീകളുടെ സാമൂഹിക പങ്കും ഇതിനാൽ പരിമിതപ്പെട്ടു. യജ്ഞവൽകൃത സംസ്കൃതി പ്രായപൂർത്തിയാകാതെ പെൺകുട്ടികൾ വിവാഹം കഴിക്കുന്നത് പാപമായി പരാമർശിക്കുന്നുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ശേഷവിവാഹം പ്രോത്സാഹിപ്പിക്കപ്പെട്ടു. എന്നാൽ വിവാഹ പ്രായം കുറഞ്ഞു വരികയും വിവാഹം ഒഴിച്ചുകൂടാനാവാത്തൊരു സാമൂഹിക ആചാരമായി മാറുകയും സ്മൃതികൾ അവിവാഹിതരായ സ്ത്രീകൾക്ക് മോക്ഷത്തിന് അർഹതയില്ല എന്ന് ഉദ്ഘോഷിച്ചു. പുരുഷനെ സ്ത്രീയെ ശാരീരികമായി ശിക്ഷിക്കുന്നതിനുള്ള അനുവാദം നൽകപ്പെട്ടു. വിധവ പുനർവിവാഹം നിരുത്സാഹപ്പെടുത്താനും തുടങ്ങി. ഇതെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ കാര്യമാണ്. പിന്നെ ഉയർന്നു വന്നത് ബ്രിട്ടീഷ് യുഗം എന്നുള്ളത്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടായ സാമൂഹിക പരിഷ്കരണങ്ങള് സവിശേഷതകൾ എന്തെല്ലാം എന്നുള്ളതാണ്. ബ്രിട്ടീഷ് യുഗത്തില് ഒരു ബ്രിട്ടീഷ് പീരീഡ് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയാണ് ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥക്ക് ചെറിയൊരു മാറ്റങ്ങൾ ഉണ്ടായി. സ്ത്രീകളുടെ ദയനീയ സ്ഥിതിയിലേക്ക് ഗവൺമെന്റ് ശ്രദ്ധ ആകർഷിക്കപ്പെട്ടു. സതി, ശൈശവിവാഹം, ബഹുഭർത്തിത്വം, ബഹുഭാരത്വം, ദേവദാസി സമ്പ്രദായം, നിരക്ഷരത എന്നിങ്ങനെ സമൂഹത്തെ പിന്നോക്കാവസ്ഥയിലേക്ക് നയിക്കുന്ന നിരവധി സാമൂഹിക ദുരാചാരങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. സതി നിരോധന നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവരികയും സ്ത്രീകളുടെ വിദ്യാഭ്യാസം, അവസര സമത്വത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭം എന്നിവ ശക്തിപ്പെടുകയും ജ്യോതിബ ഫുലെ ദളിത് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ വിദ്യാലയം സ്ഥാപിക്കുകയും രാജാറാം മോഹൻ റോയ്, കേശവചന്ദ്ര സെൻ, ഗോവിന്ദ റാനഡെ തുടങ്ങിയവരുടെ പ്രവർത്തനം വലിയ ചലനങ്ങൾ ഉണ്ടാക്കുകയും ശേഷവിവാഹ നിയന്ത്രണ നിയമം നിലവിൽ വരികയും ദേശീയ പ്രസ്ഥാനത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം എന്ത് ചെയ്തു ഇങ്ങനെ വർദ്ധിച്ചു വരാൻ തുടങ്ങുകയും ഇതൊരു ഗാന്ധിയൻ യുഗത്തിന് വളരെ ഒരു ശക്തിപ്പെട്ട ഒരു യുഗമായിട്ട് എന്ത് ചെയ്തു മാറുകയും ചെയ്തു എന്നുള്ളതാണ്. സ്വാതന്ത്ര്യാനന്തര യുഗം, സ്വാതന്ത്ര്യത്തിന് ശേഷം നിയമവ്യവസ്ഥകളിൽ മാറ്റങ്ങൾ വന്നു. 1954 പ്രത്യേക വിവാഹ നിയമം വന്നു. 1955 ഹിന്ദു വിവാഹ നിയമം വന്നു. 1956 ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം വന്നു. 1961 സ്ത്രീധന നിരോധന നിയമം വന്നു. 1961 തന്നെ പ്രസവാനുകൂല്യ നിയമങ്ങൾ വന്നു. അതുപോലെ തന്നെ തുല്യ വേതന നിയമം 1976 വന്നു. 1976 തന്നെ ശൈശവവിവാഹ നിയന്ത്രണ നിയമം വന്നു. 1976 കരാർ തൊഴിൽ നിയമനം വന്നു. കുടുംബ കോടതികൾ വന്നു. 1987 സതി നിരോധന കമ്മീഷൻ നിലവിൽ വന്നു. ഇനി വേദകാലഘട്ടത്തിന്റെ ഏത് കാലഘട്ടമാണ് ആദ്യ വേദകാലഘട്ടം എന്നറിയപ്പെടുന്നത്? കൃതേക കാലഘട്ടമാണ്. രണ്ടിന്റെയും മഹത്തായ ഇതിഹാസങ്ങൾ എന്ന് പറയുക ഉത്തര രാമായണവും മഹാഭാരതം രണ്ടും രാജ്യത്തെ രണ്ട് മഹത്തായ ഇതിഹാസങ്ങളാണ്. ഏതാണ് ദ്രൗപദിയിൽ അന്ധത അടിച്ചേൽപ്പിച്ചത്? ധൃതരാഷ്ട്രനോടുള്ള അവരുടെ ആ ഒരു ഇഷ്ടത്തെയാണ് അവിടെ പഠിക്കുന്നത്. ഈ ധർമ്മശാസ്ത്രങ്ങൾ പെരുമാറ്റച്ചട്ടങ്ങൾ നിർദ്ദേശിച്ചു അല്ലെ, ശരിയായ കാര്യമാണ്. ജീവിതത്തിൽ ഒരു ഘട്ടത്തിലൊന്നും സ്ത്രീയെ സ്വാതന്ത്ര്യം അറിയിക്കുന്നില്ലെന്ന് യജ്ഞവൽകൃതം പറഞ്ഞു. തെറ്റായ കാര്യമാണ്. ബുദ്ധമത സ്ത്രീകളെ മതപ്രഭാഷണങ്ങളിൽ പങ്കെടുക്കാൻ അനുവദിച്ചിരുന്നില്ല അല്ലെ, തെറ്റായ കാര്യമാണ്. വേദകാലഘട്ടത്തിന്റെ അവസാനത്തിൽ സ്ത്രീകളുടെ പദവി കുറയാൻ തുടങ്ങി എന്നുള്ളത് ശരിയായ കാര്യമാണ്. ഇനി ബ്രിട്ടീഷ് സർക്കാർ സതി നിരോധന നിയമം പാസാക്കിയ വർഷം ഏതാണ്? 1829. അതുപോലെ തന്നെ ശൈശവവിവാഹ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പരിഷ്കർത്താവിന്റെ പേര് രാജാറാം മോഹൻ റോയ്. അതുപോലെ താഴെ പറയുന്നവരിൽ ആരാണ് സാമൂഹിക പരിഷ്കരണമല്ലാത്ത സ്വരാജ് അർത്ഥവത്തായിട്ടുള്ള നിർദ്ദേശം പറഞ്ഞത് എന്ന് വെച്ചാൽ ഗാന്ധിജിയാണ്. മഹാരാഷ്ട്രയിൽ ദളിത് പെൺകുട്ടികൾ ആദ്യമായി സ്കൂൾ തുടങ്ങിയതാരാ? പണ്ഡിത രമാബായി എന്നിവരാണ്. അപ്പോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തപ്പെട്ടത്. ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ മെയിൻ ആയിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പോ നമുക്ക് പറയാനുള്ളത്, ഇനി നമുക്ക് ചാപ്റ്റർ ചർച്ച ചെയ്യാനുണ്ട്. അപ്പോ നമ്മൾ ഇവിടെ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ചാപ്റ്ററിന്റെ കൂടി നമ്മൾ ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. നമ്മുടെ എക്സാം ഒക്കെ അടുത്ത് വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, പരിശ്രമിക്കുക. അതിനുവേണ്ടി കൃത്യമായിട്ട് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നെക്സ്റ്റ് ഭാഗങ്ങളുമായിട്ട് വരുന്നത് വരെ നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് അവിടെ നൽകുന്നു. ഓക്കെ, താങ്ക് യു.